Good morning, students. I hope you are waiting for new chapter. Is it? Okay. Before starting our topics, let's we discuss what is a software. What is a software? What is a software? It is a set of instructions or programs. Software is a set of instructions or programs to performing a particular task. Software is a set of instructions or programs to perform a particular task. Is it? Okay. And we know that we have two types of softwares. There are two types of softwares. That is system software and application software. So, can we say the examples of system software? Any examples of system software? Examples of system software is operating system. And you know about different examples of operating systems. That is Windows and Ubuntu. Ubuntu and Windows are the examples of system softwares. Then application software. Application software means it is a software to perform a particular task. We know about different types of application softwares, that is LibreOffice Writer, GIMP, LibreOffice Calc, Impress, etc. are the examples of application softwares. Okay. അപ്പോൾ പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ഡാറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഒരു ഡാറ്റാബേസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ മുന്നേ ഫസ്റ്റ് എന്താണ് ഡാറ്റാബേസ്? അപ്പോൾ ഡാറ്റാബേസ് എന്താണെന്ന് അറിയുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്താണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോഗ്രാംസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംസിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ പറയുന്ന പേരാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയറിനെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിലാണ് ആ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം? വിൻഡോസ് ഉണ്ട്, ഉബുണ്ടു ഉണ്ട്. ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും. LibreOffice Writer, GIMP, Calc, Impress അങ്ങനെ ഒരുപാട് നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഡാറ്റാബേസ്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഡാറ്റാബേസ് എന്ന് നമുക്ക് അറിയണം. വാട്ട് ഈസ് ഡാറ്റാബേസ്? ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ഡാറ്റാബേസ് ഈസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡാറ്റ ആർ കോൾഡ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഒരു ഓർഡറിൽ ഡാറ്റ അതായത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? ടു സ്റ്റോർ
സ്റ്റോർ ഡാറ്റ. ഈ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആഡ് ന്യൂ ഡാറ്റ, പുതിയ ഡാറ്റകൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. റിമൂവ് അൺവാണ്ടഡ് ഡാറ്റ, വേണ്ടാത്ത ഡാറ്റകൾ ഒഴിവാക്കാം. ടേക്ക് ആൻഡ് യൂസ് ഡാറ്റ ആസ് നീഡഡ്, നമുക്ക് ആവശ്യത്തിന് എപ്പോഴാണോ ആവശ്യം, എന്ത് കാര്യത്തിനാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഡാറ്റകൾ അതിൽ നിന്ന് എടുക്കാം. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. ഇതൊക്കെയാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താണ് ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡാറ്റ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ സമ്പൂർണ്ണ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സമ്പൂർണ്ണയിൽ പേര് രജിസ്റ്റർ ചെയ്ത് അതിലെന്തെങ്കിലും എഡിറ്റ് വരുത്താനുള്ളവർ എഡിറ്റ് ഒക്കെ വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ അതൊരു ഡാറ്റാബേസ് ആണ്. സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ അതൊരു ഡാറ്റാബേസ് ആണ്. അപ്പൊ എന്തായിരിക്കും ഈ ഡാറ്റാബേസ്? ഈ സമ്പൂർണ്ണയിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്? ഇപ്പൊ നിങ്ങളുടെ അയാളുടെ പേരുണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, പിന്നെ പാരൻസ് നെയിം ഉണ്ടായിരിക്കും, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് പ്ലേസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു കുട്ടിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ നമ്മുടെ സ്കൂളിലത്തെ സ്റ്റുഡൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്യുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഡാറ്റാബേസ്. അതാണ് സമ്പൂർണ്ണ. അപ്പൊ ഈ സമ്പൂർണ്ണയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് സമ്പൂർണ്ണയിൽ ഉണ്ടായിരിക്കും. അതിൽ എങ്ങനെയായിരിക്കും സമ്പൂർണ്ണയിൽ ഉണ്ടായിരിക്കുക? സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പൊ നെയിം എന്നുള്ള സെക്ഷനിൽ എല്ലാവരുടെ നെയിം, പേരൻസ് നെയിം എന്നുള്ളിടത്ത് അത് വേറെ സെക്ഷൻ, അവരുടെ പേരൻസ് നെയിം. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്താ? ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഡേറ്റ് ഓഫ് പ്ലേസ്, പിന്നെ റിലീജിയൻ, കാസ്റ്റ്, പിന്നെ നാഷണാലിറ്റി. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് സൂക്ഷിക്കുന്നതിനെ നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നു. അപ്പോൾ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, സമ്പൂർണ്ണയിൽ നിങ്ങളുടെ എല്ലാ ഇൻഫോർമേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൗ ടു ക്രിയേറ്റ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ ഫുൾ നെയിം ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസിന്റെ ഫുൾ നെയിം ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഹൗ ടു ക്രിയേറ്റ് ഡാറ്റാബേസ്. അതിന് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കേണ്ടത്. അതിനുവേണ്ടി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബ്രെ ഓഫീസ്, ബേസ് നിങ്ങളെ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് ബേസ് എന്നുള്ള പേരിലാണ് ഡാറ്റാബേസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് വിസാർഡ്. ഇതാണ് ഫസ്റ്റ് ഡാറ്റാബേസ് വിസാർഡ് എന്നുള്ള, ഇതാണ് ഡാറ്റാബേസിന്റെ ഫസ്റ്റ് വിൻഡോ. അതിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെപ്സ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ഡാറ്റാബേസ്, ഏത് ഡാറ്റാബേസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ്. ഈ ഡാറ്റാബേസിൽ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം അത് സേവ് ചെയ്യണം. ഫസ്റ്റ് ഒരു ഡാറ്റാബേസിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അത് നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത പാട് സേവ് ചെയ്യണം. കാരണം സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റാബേസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാ സോഫ്റ്റ്വെയറിലും ആദ്യം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്ത് അതിന് ശേഷമാണ് സേവ് ചെയ്യുക. എന്നാൽ ഡാറ്റാബേസിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ സേവ് ചെയ്യാൻ ചോദിച്ചു, അപ്പൊ നമ്മൾ ഫിനിഷ് ബട്ടൺ കൊടുക്കുക. ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്താൽ ഡാറ്റാബേസിന് ഒരു പേര് കൊടുക്കാൻ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പേര് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ലൈബ്രറിയുടെ ഒരു ഡാറ്റാബേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ലൈബ്രറി എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത്
ഒരു സ്കൂളിലെ ലൈബ്രറിയിൽ ഏതൊക്കെ ബുക്സ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു ഡാറ്റാബേസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലൈബ്രറി എന്നുള്ള പേരിൽ കൊടുത്തിട്ട് ഞാൻ ഡെസ്ക് ടോപ്പിൽ സേവ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഡാറ്റാബേസ് എന്താണ് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡാറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് അതിന്റെ ടേബിൾസ് എന്നുള്ള ഓപ്ഷനിൽ പോകണം. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ലൈബ്രറിയിൽ ഏതൊക്കെ ബുക്ക് ഉണ്ട്, ആ ബുക്കിന്റെ നമ്പർ, അതിന്റെ പ്രൈസ്, അതിന്റെ ഓതർ, അങ്ങനെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡാറ്റാബേസ് ലൈബ്രറി എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൽ ടേബിൾ കൊടുക്കണം. അതിനുവേണ്ടി ഈ ടാസ്ക് പാനലിൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതില് ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ് എന്നീ 2 ടേബിളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഫീൽഡ് നെയിം എന്നുള്ളത് നമുക്ക് ലൈബ്രറിയിൽ താഴെ കാരണം ഫസ്റ്റ് ബുക്ക് നമ്പർ കൊടുക്കാം. ബുക്ക് നമ്പർ എന്ന് കൊടുത്തു. ഇവിടെ ഫീൽഡ് ടൈപ്പ് ചോദിക്കും. ഈ ബുക്ക് നമ്പർ എന്നത് ഏത് ഫീൽഡ് ടൈപ്പിൽ പെടുന്നു? അതിനിവിടെ ഈ കോംബോ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ അതിന്റെ ഫീൽഡ് ടൈപ്പ്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ്, നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്. അപ്പൊ നമുക്ക് ബുക്ക് നമ്പർ എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്പേഴ്സ് ആയത് കാരണം ഇവിടെ ന്യൂമറിക് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് കൊടുക്കേണ്ടത്? ബുക്കിന്റെ നെയിം വേണം. അപ്പോൾ ബുക്ക് നെയിം എന്ന് കൊടുത്തു. ബുക്ക് നെയിം എന്തായിരിക്കും? അത് ടെക്സ്റ്റ് വാർക്കാറായിരിക്കും. കാരണം ബുക്കിന്റെ നെയിം എപ്പോഴും ആൽഫബറ്റ്സ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് വാർക്കാർ എന്നത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ലൈബ്രറിയിൽ എന്താ വേണ്ടത്? ഓതർ. ഈ ബുക്ക് നെയിമിന്റെ ഓതർ ഉണ്ടായിരിക്കും. ആരുടെ ബുക്കാണോ അത് കൊടുക്കണം. അതും ടെക്സ്റ്റ് വാർക്കാറിൽ തന്നെയാണ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രൈസ്. ഓരോ ബുക്കിനും എത്ര പ്രൈസ് ഉണ്ട് എന്നറിയണമെങ്കിൽ പ്രൈസ് ആയ കാരണം അത് നമുക്ക് ഡെസിമലിൽ കൊടുക്കാം. പ്രൈസ് ആയ കാരണം അതിന് നമുക്ക് ഡെസിമൽ എന്നതിൽ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് ഓഫ് പർച്ചേസ് എന്നാണ് അത് വാങ്ങിയിട്ടുള്ളത്. ഡേറ്റ് ഓഫ് പർച്ചേസ്. ഡേറ്റ് ഓഫ് പർച്ചേസ് നമുക്കത് എന്തായിരിക്കും? ഡേറ്റ് ഓഫ് പർച്ചേസ് ടെക്സ്റ്റ് ആയിരിക്കോ അതോ നമ്പേഴ്സ് ആണോ? അത് രണ്ടുമല്ല. ഡേറ്റ് ഓഫ് എന്നുള്ളത് ഡേറ്റിലാണ് കൊടുക്കുക. അതൊരു ഡേറ്റ് അയക്കാൻ നമുക്ക് അതിന്റെ ഫീൽഡ് ടൈപ്പ് ഡേറ്റിൽ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുത്തു? ബുക്ക് നമ്പർ കൊടുത്തു. അതെന്താണ്? നമ്പറിലാണ്. അത് നമ്പർ ആയ കാരണം അതിന്റെ ഫീൽഡ് ടൈപ്പ് നമ്പർ ന്യൂമറിക്കൽ കൊടുത്തു. ബുക്ക് നെയിം അതൊരു ആൽഫബറ്റ്സ് ആയ കാരണം ടെക്സ്റ്റ് വാർക്കാറിൽ കൊടുത്തു. ഓതർ അയാളുടെ പേര് നമ്മൾ എപ്പോഴും എന്തായിരിക്കും? നമ്പേഴ്സ് ആയിരിക്കില്ലല്ലോ, അത് ഇതായിരിക്കുമല്ലോ, ആൽഫബറ്റ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് വാർക്കാറിൽ കൊടുത്തു. പ്രൈസ് എന്നതിന്റെ ഡെസിമലിൽ കൊടുത്തു. ഡേറ്റ് ഓഫ് പർച്ചേസിനെ നമ്മൾ ഡേറ്റിൽ കൊടുത്തു. ഇനി നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടേബിളിലെ ഏതെങ്കിലും ഒരു ഫീൽഡ് നെയിമിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാത്ത ഒരു നെയിം ആയിരിക്കണം. അതായത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി കീ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ ബുക്ക് നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഓതർ ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. ഇതിലേതാണ് റിപ്പീറ്റ് ചെയ്ത് വരാത്തത്? ബുക്ക് നെയിം ആണോ? ബുക്ക് നെയിം അല്ല, ബുക്ക് നമ്പർ ആണ്. കാരണം ഒരു ലൈബ്രറിയിൽ ഒരുപാട് 100 ബുക്ക് ഉണ്ടെങ്കിൽ ഒരു 3 എന്നുള്ള ബുക്ക് അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരില്ല. 3 എന്നുള്ള ബുക്ക് 3 തന്നെ ആയിരിക്കും. പക്ഷെ ആ ബുക്കിന്റെ നെയിം ഇപ്പോൾ ഒരു ഓതർക്ക് 2 ബുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ബുക്ക് നെയിം സെയിം ആണെങ്കിൽ ചിലപ്പോൾ ഒരേ ലൈബ്രറിയിൽ ഒരു ബുക്ക് തന്നെ 3 4 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ ബുക്ക് നെയിം റിപ്പീറ്റ് ചെയ്ത് വരും. ഓതർ ഒരാൾ ഒരുപാട് ബുക്കുകൾ എഴുതുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബുക്കിന്റെ ഓതറിന്റെ നെയിം റിപ്പീറ്റ് ചെയ്ത് വരും. പ്രൈസ് സെയിം പ്രൈസിൽ ഒരുപാട് ബുക്സ് കിട്ടും. ഡേറ്റ് ഓഫ് പർച്ചേസ് ഒരേ ഡേറ്റിൽ ഒരുപാട് ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരാത്ത ഏതാണ്? ബുക്ക് നമ്പർ. ബുക്കിന്റെ നമ്പർ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഒരു ലൈബ്രറിയിൽ 3 എന്നുള്ള ബുക്കാണെങ്കിൽ അതിന്റെ നമ്പർ ഇന്നും 3 മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കീയുടെ ഒരു ചിഹ്നം വരും. എന്നിട്ട് നമുക്കതിനെ ക്ലോസ് ചെയ്യണം.
ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ചോദിക്കും ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ്. അപ്പോൾ യെസ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് എന്താണ് ടേബിൾ നെയിമിനെ ടേബിൾ 1 എന്നുള്ള പേരിലാണ് വരിക. അപ്പം നമുക്ക് ഈ ടേബിളിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബുക്ക് അണ്ടർസ്കോർ എന്ന് കൊടുക്കുക. ബുക്ക് അണ്ടർസ്കോർ ടേബിൾ എന്ന പേരിലാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ഈ ഫീൽഡ് നെയിം കൊടുക്കുമ്പോൾ ഈ ഫീൽഡ് നെയിം ഒന്നിൽ കൂടുതൽ സെന്റൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ബുക്ക് നമ്പർ എന്നുണ്ട്, ഇപ്പോൾ ബുക്ക് കൊടുത്തിട്ട് സ്പേസ് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഡാറ്റാബേസിൽ എപ്പോഴും അണ്ടർസ്കോർ ആണ് കൊടുക്കുക. 2 വേർഡ് ഉണ്ടെങ്കിൽ അതിലൊരു വേർഡ് കഴിഞ്ഞാൽ അണ്ടർസ്കോർ കൊടുത്തിട്ടാണ് നെക്സ്റ്റ് വേർഡ് കൊടുക്കുക, സ്പേസ് കൊടുക്കരുത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു ബുക്ക് അണ്ടർസ്കോർ ടേബിൾ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ക്രിയേറ്റ് ചെയ്തു, ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് ആസിൽ നമുക്ക് ഡെസ്ക് ടോപ്പിക്ക് സേവ് ചെയ്യാം. ടേബിൾ എന്നുള്ള പേരിൽ സേവ് ചെയ്യാം. ടേബിൾ എന്നുള്ള പേരിൽ അത് ഞാൻ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഡാറ്റാബേസിന് ആപ്ലിക്കേഷൻ ഓഫീസ് ഡാറ്റാബേസ് എന്നുള്ള പേരിൽ എടുത്തിട്ട് അതിന് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് സേവ് ബട്ടൺ കൊടുത്തിട്ട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഫോം വേണം. ഈ ടേബിളിന് ഒരു ഫോം ഉണ്ടായിരിക്കണം. അതിന് ഈ ഡാറ്റാബേസ് എന്നുള്ള ഈ ലെഫ്റ്റ് സൈഡിലെ 3ാമത്തെ ഓപ്ഷൻ ഫോംസ് ക്ലിക്ക് ചെയ്യാം. ആ ഫോംസിൽ ക്രിയേറ്റ് ഫോം ഇൻ ഡിസൈൻ വ്യൂ, പിന്നെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം. അപ്പോൾ ആദ്യം ക്രിയേറ്റ് ഫോം ഇൻ ഡിസൈൻ വ്യൂ എടുക്കുക. നമുക്ക് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം എടുക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള ഫോമാണോ വേണ്ടത് അതിവിടെ ചോദിക്കും. അതിലാദ്യം ചോദിക്കും ഫീൽഡ് സെലക്ഷൻ. ആ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓർഡർ, പ്രൈസ്, ഡേറ്റ് ഓഫ് പർച്ചേസ്. ഇതെല്ലാം വേണമെങ്കിൽ ഓരോന്നിനും നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഈ ആരോ ബട്ടൺ കൊടുത്താൽ അത് റൈറ്റ് സൈഡിലോട്ട് പോകും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആരോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പം എല്ലാം സെറ്റായി. ഇനി നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. നെക്സ്റ്റ് ബട്ടൺ ഇട്ട് സെറ്റപ്പ് എ സബ് ഫോം, അത് നമുക്ക് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. അറേഞ്ച് കൺട്രോൾസ്, ഇത് നമുക്ക് ഇഷ്ടമുള്ള കൺട്രോൾസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ മോഡൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഏത് മോഡൽസ് ആണ് നമുക്ക് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ സെക്കൻഡ് വൺ സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ചോദിക്കും നെക്സ്റ്റ് സെറ്റ് ഡാറ്റ എൻട്രി, അതിൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്ലൈ സ്റ്റൈൽസ്, അതിലും നെക്സ്റ്റ് കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോംസിൽ ഇപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോംസ് കാണണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മളുടെ ടേബിള് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓർഡർ, പ്രൈസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മളുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടേബിളിന്റെ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ എങ്ങനെയാണ് ഡാറ്റകൾ എൻ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം എന്തൊക്കെ പഠിച്ചു? എന്താണ് ഡാറ്റാബേസ് എന്ന് പഠിച്ചു. ഡാറ്റാബേസിൽ എങ്ങനെയാണ് ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പഠിച്ചു. അതിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. എങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഫോം ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.